കൃത്യമായ വിവരങ്ങൾ വെച്ചാണ് വൈഷ്ണവ് സുരേഷിനെതിരെ പരാതി നൽകിയതെന്ന് CPM പ്രവർത്തകനായ ധനേഷ് കുമാർ. അതിനാലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത്. വൈഷ്ണവ് സുരേഷിന്റെ മാത്രമല്ല മറ്റ് 5 പേർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും ധനേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുട്ടട UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിനെതിരെ പരാതി നൽകിയ CPM അംഗം ധനേഷ് കുമാർ മീഡിയ വണ്ണോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പരാതിയിൽ നടപടിയായിട്ടുണ്ട്, എങ്ങനെ കാണുന്നു? അല്ല, ഞങ്ങൾ തെറ്റായ ഒരു വോട്ടർ പട്ടികയിൽ തെറ്റായ പേര് ചേർത്തതിനെതിരായിട്ടാണ് ഞങ്ങൾ അപേക്ഷ കൊടുത്തത്. വൈഷ്ണവരുടെ പേര് മാത്രമല്ല, ഏതാണ്ട് 6 പേരുടെ പേരാണ് ഞങ്ങൾ 10ാം മാസം ഇറങ്ങിയ വോട്ടർ പട്ടിക പരിശോധിച്ച് 6 പേര് ഈ പ്രദേശത്ത് താമസക്കാരല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. വൈഷ്ണവ് സ്വന്തം വീട് ഇവിടെ ഉണ്ടായിരുന്നു, അത് വിട്ടിട്ട് അമ്പലമുക്കിൽ ഏതാണ്ട് 8 കൊല്ലമായിട്ട് അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. അതുപോലെ അവരുടെ കുടുംബം, അതുപോലെ പത്മകുമാരും പത്മകുമാരിയും അശോകുമാറും അവരും ഇവിടുത്തെ വീടൊക്കെ വിറ്റ് കുടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. ഒരു രാജേന്ദ്രൻ വട്ടിയൂർക്കാവിലാണ് കുടുംബസമേതം താമസം. അവരെല്ലാം ഇവിടെ പല പ്രാവശ്യം വോട്ടർ പട്ടികയിൽ ഒഴിവാക്കി വിട്ടവരാണ്. വർഷം വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവരെ ഒഴിവാക്കി വിടും. ഇവർ വീണ്ടും ഇവിടെ വന്ന് ഇപ്പം ചേർത്ത്. വൈഷ്ണവ് പുതിയതായിട്ടാണ് കോർപ്പറേഷൻ ഓഫീസിൽ ചേർത്തേക്കുന്നത്. കോർപ്പറേഷനിലെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ചേർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5ഉം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മാത്രമല്ല ഞങ്ങളും ആ പ്രദേശത്തെ ആളുകളും കൂടി ചേർത്താണ് അപേക്ഷ കൊടുത്തത്. അവരൊരു ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ 18/24/64 ആ ഒരു അഡ്രസ്സിൽ 20ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് അഡ്രസ് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വോട്ടും ചേർത്തിട്ടില്ല. എൻ്റെ വോട്ടർ പട്ടികയിൽ എൻ്റെ ആ ലിസ്റ്റിൽ എൻ്റെ ഭാര്യയുടെ എൻ്റെ വോട്ടല്ലാതെ ഒരു വോട്ടും ഞാൻ ചേർത്തിട്ടില്ല. ഈ വോട്ടർ പട്ടിക ഇറങ്ങിയത് 2000 ഇറങ്ങിയ വോട്ടർ പട്ടിക മുട്ടട വാർഡ് രൂപീകരിക്കുന്ന 2000-ലാണ്. അന്ന് തൊട്ട് വന്ന വോട്ടർ പട്ടികയാണ് അത്. അതിനെ 18/3 മാറി 18/6 ആക്കിയിട്ടേക്കണായിരിക്കും. എൻ്റെത് 3/24/64 എന്നുള്ളതാണ് പഴയ TC നമ്പർ. ഇപ്പോഴത് 18/6, അത് കരം ടാക്സ് നോക്കിയാലേ 21/6 ചില്ലറയാണ് യഥാർത്ഥ TC നമ്പർ വരേണ്ടത്. ഞാൻ വർഷങ്ങളായിട്ട് അവിടെ തന്നെ താമസിക്കണം. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആളുകൾ ആരാണെന്ന് സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് ആളുകൾ ആരാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഞാൻ ചേർത്തതാണോ അവിടെ താമസക്കാരാണോ അടുത്തൊക്കെ താമസക്കാരാണെന്ന് അവിടെ ചെന്ന് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം RB സനു, മീഡിയ 1.